Hi guys, it's me Jobin from MS Solutions. Very solutions. But നാളെ നമ്മളെ മലയാളം ഫസ്റ്റ് എക്സാം ആണ്. രാവിലെ തന്നെയാണ് മലയാളം ഫസ്റ്റ് എക്സാം അല്ലേ? അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ഇരുന്നിട്ട് വേണം എക്സാമിന് പോയിട്ട് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ. അപ്പോൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് മലയാളം ഫസ്റ്റിൽ നിന്ന് പ്രധാനമായും ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് MS പ്രഡിക്ഷൻ ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും MS പ്രഡിക്ഷനിലേക്ക് ഞാൻ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. എന്താണ് ദുഷ്കരമായിട്ടൊന്നുമില്ല കേൾമത് സഹായമുണ്ടായാലേവനും അല്ലേ? നമ്മുടെ കലി പുഷ്കരൻ നളൻ കഥാപാത്രമായി വരുന്ന പ്രലോഭനത്തിലെ വരികളാണിത്. പുഷ്കരനെ വശപ്പെടുത്താൻ കലി സ്വീകരിക്കുന്ന തന്ത്രങ്ങളും പ്രലോഭനങ്ങളും എന്തെല്ലാമാണെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് കലി പുഷ്കരനോട് പറയുന്നത് അല്ലേ? പുഷ്കര, ദുഷ്കരമായിട്ടൊന്നും നിനക്കില്ല, എല്ലാം നിനക്ക് സാധിക്കുമെന്നാണ് കലി പറയുന്നത്. പിന്നെന്താണ്? ദുഷ്കരമായിട്ടൊന്നുമില്ല, മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ ഏതു കാര്യവും നമുക്ക് നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ സാധിക്കും. ലോകത്തിൽ എന്നെ അറിയാത്തവരായി ആരും തന്നെ ഇല്ല, അതുകൊണ്ട് തന്നെ എന്റെ സഹായം ലഭിച്ചാൽ നിനക്ക് എല്ലാ കാര്യവും ചെയ്തു തീർക്കാൻ കഴിയുമെന്ന് ആര് പറയുന്നു? പുഷ്കരനോട് കലി പറയുന്നു. അപ്പോൾ പുഷ്കരനെ പ്രലോഭിപ്പിക്കുന്ന കലിയുടെ വാക്യങ്ങളാണ്, വരികളാണ് ഇവ എന്ന് പറയുന്നത് അല്ലേ? പിന്നെന്താണ്? ദൂരത്തുനിന്ന് ആരും വരികയില്ല നമ്മെ കാണാൻ. ഈ വരിയിൽ തെളിയുന്ന പുഷ്കരന്റെ മനോഭാവം എന്താണ്? പുഷ്കരൻ പറയുകയാണ് ദൂരത്തുനിന്ന് ആരും എന്നെ കാണാൻ വരില്ല എന്ന്. എന്താണ് ഇവിടെ പറയുന്നത്? അധികാരമോഹം, അപകർഷതാബോധം, അഹംഭാവം, നിസ്സഹായത. അപകർഷതാബോധമല്ലേ പുഷ്കരൻ പറയുന്നേ? ആരും എന്നെ കാണാൻ വരില്ല എന്ന അപകർഷതാബോധം കൊണ്ടാണ് പുഷ്കരൻ അങ്ങനെ പറയുന്നത്. സെറ്റിലടാ. അടുത്ത ചോദ്യം എന്താണ്? പഴുതേ ഞാൻ എന്തേ പല വക പറഞ്ഞു കേൾപ്പിക്കുന്നു, നളന് വേറെ കർമ്മം നമുക്ക് വേറെ കർമ്മം. പുഷ്കരന്റെ ഈ വാക്കുകളെ വൈകി വന്ന വിവേകം എന്ന് വിശേഷിപ്പിക്കാമോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്താണ്? വൈകി വന്ന വിവേകം എന്നാണ് പുഷ്കരനെ പറയുന്നത്. കാരണം എന്താണ്? നളന് വേറെ കർമ്മം, പിന്നെ എനിക്ക് വേറെ കർമ്മം, ആരും എന്നെ കാണാൻ വരില്ല എന്ന സങ്കടമാണ് പുഷ്കരൻ ഇവിടെ ആരോട് പറയുന്നത്? കലിയോട് പറയുന്നത്. ഇപ്പൊ എന്താണ് വൈകി വന്ന വിവേകം എന്ന് പറയുന്നത്? അതെ, വൈകി വന്ന വിവേകം എന്ന് വിശേഷിപ്പിക്കാം. കാരണം ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടി ജനിച്ച പുഷ്കരന് നളനെ പോലെ ജീവിതത്തിൽ ഉയരാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ പുഷ്കരന്റെ മടിയും അലസതയും ആയിരിക്കാം ഇതിന് കാരണം അല്ലേ? രാജ്യവും രാജ്യാധികാരവും തന്റെ ഏട്ടനായ നളന് നിക്ഷിപ്തമായതിനാൽ അതിൽ അസൂയയും കോപവുമാണ് പുഷ്കരന് അല്ലേ? എന്താണ്? എല്ലാ സുഖ സൗകര്യങ്ങളോട് ജനിച്ച പുഷ്കരന് ആരും ചെന്ന് കാണുന്നില്ല, ആ സങ്കടം പുഷ്കരനുണ്ട്. അതുകൊണ്ട് തന്നെ മടിയനും അലസനുമായ പുഷ്കരന്റെ അപകർഷതാബോധത്തിൽ നിന്ന വാക്കുകളാണ് ഇവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് എങ്ങും എത്താൻ പറ്റാത്തതിന്റെ നെടുവീർപ്പ് പുഷ്കരന്റെ ഈ വാക്കുകളിൽ കാണാൻ കഴിയും. സെറ്റിലടാ, നിങ്ങൾ പെട്ടെന്ന് പഠിച്ചു പോകണം കേട്ടോ, നമുക്ക് സമയമില്ല. ഓക്കെ, ഇത് കഴിഞ്ഞ പാടെ നമുക്ക് പക്ക ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാധിപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുകൊറയിലേക്കാണ് അവസാനിച്ചത്. ഈ ബ്രഹ്മശിരസ്വസ്ത്രം വീണ രാഷ്ട്രത്തിന് 12 കൊല്ലം മഴ പെയ്യില്ല. യുദ്ധത്തിന്റെ പരിണാമത്തിലെ വരികളാണിവ. തന്നിരിക്കുന്ന സന്ദർഭങ്ങളും സമകാലിക ലോക സാഹചര്യങ്ങളും വിശകലനം ചെയ്ത് യുദ്ധം മാനവരാശി നേരിടുന്ന മഹാവിപത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. 6 മാർക്കിന്റെ ചോദ്യമാണ് പ്രഭാഷണം തയ്യാറാക്കാൻ അല്ലേ? യുദ്ധം മാനവരാശിക്ക് നേരിടുന്ന വിപത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ യുദ്ധത്തിന്റെ ഒരു പാഠമില്ലേ യുദ്ധത്തിനെ കുറിച്ച് പറയുന്നേ? ആ പാഠം നിങ്ങൾ ചെയ്യണം, പ്രഭാഷണം ഉണ്ടാകും. ഓക്കെ, യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗത്ത് നിന്ന് പ്രഭാഷണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ മാന്യ സദസ്സിന് വന്ദനമെന്നോ നമസ്കാരം എന്നോ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം ആരംഭിക്കാൻ, പ്രഭാഷണം ആരംഭിക്കാൻ അല്ലേ? യുദ്ധം മാനവരാശിക്ക് വിപത്താണ്. നമ്മുടെ സ്നേഹം, സഹിഷ്ണുത, നന്മ എന്നിവ ഇല്ലാതാക്കുകയാണ് യുദ്ധം ആരെയും വിജയിപ്പിക്കുന്നില്ല, യുദ്ധം പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെടാ? ഈ ഒരു പാഠഭാഗത്തിന് പ്രഭാഷണം ചോദിച്ചാൽ കൃത്യമായി ഉത്തരം എഴുതണം. ഇപ്പൊ പ്രഭാഷണം എഴുതാൻ ഇങ്ങനെയാട്ടോ, അവസാനം നന്ദി നമസ്കാരം എന്ന് പറഞ്ഞു വേണം നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ. നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്. മക്കളേടാ, ഞാൻ വേഗം ഒന്ന് സ്ലൈഡ് മാറ്റി പോവുകയാണ്. നിങ്ങൾ എന്ത് വേണം? സ്ക്രീൻഷോട്ട് എടുത്തത് കാണുക, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് വായിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകണം. അത് കഴിഞ്ഞ് പക്ക ഷുവർ ക്വസ്റ്റ്യൻസിന്റെ അതിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പൊ നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ പ്രഭാഷണം അവസാനിപ്പിക്കാനെന്ന്. ഓക്കേടാ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താണ്? ഒരാളെ അടുത്തെറിഞ്ഞാൽ അതുവരെ അയാളോടുണ്ടായിരുന്ന വെറുപ്പ് സ്നേഹമായി പരിണമിക്കുന്നത് കാണാം. ദുര്യോധനന്റെ സ്വഭാവത്തിൽ ആദരണീയമായ അംശങ്ങളായി കൃത്യകൃഷ്ണന്മാർ എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രസ്താവന വിലയിരുത്തുക. എന്താണ് ചോദ്യം? ഒരാളെ അടുത്തെറിഞ്ഞാൽ അതുവരെ അയാളോടുണ്ടായിരുന്ന വെറുപ്പ് സ്നേഹമായി പരിണമിക്കുന്നത് കാണാം. ദുര്യോധനന്റെ സ്വഭാവത്തിലെ ആദരണീയമായ അംശങ്ങൾ എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ദുര്യോധന സ്വഭാവം എന്ന് പറയുന്നത്? നോക്കാം. ഒരാളെ അടുത്തെറിഞ്ഞാൽ അതുവരെ അയാളോടുണ്ടായിരുന്ന വെറുപ്പ് സ്നേഹമായി പരിണമിക്കും എന്ന പ്രസ്താവന ദുര്യോധന ശരിയാണ്.
അതായത് കൗരവ പടയിലെ പ്രധാനി തന്നെയാണ് ദുര്യോധനൻ. കൗരവർ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ വില്ലൻ കഥാപാത്രങ്ങളാണ് എന്ന ധാരണയാണ് നാം വെച്ചു പുലർത്തുന്നത്. എന്നാൽ ചതിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയുമാണ് പാണ്ഡവർ കൗരവരെ തോൽപ്പിച്ചത്, മഹാഭാരത യുദ്ധത്തിൽ വിജയം കൈവരിക്കുന്നതും. അതുകൊണ്ടാണ് ദുര്യോധനൻ പറയുന്നത്, ഉറങ്ങുമ്പോഴോ വിഷം നൽകിയിട്ടോ മാത്രമേ എന്നെ കൊല്ലാൻ സാധിക്കുമെന്ന്. തൻ്റെ സഹോദരിയായ ദുശ്ശളയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചേട്ടനെ ദുര്യോധനൻ കാണാൻ സാധിക്കുന്നു. കൂടാതെ തൻ്റെ കൂടപ്പുറപ്പുകളെയും ബന്ധുമിത്രാദികളെയും അകവഴി സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ദുര്യോധനൻ മികച്ച കഥാപാത്രമായി അവസാനം മാറുന്നു. ആയതിനാൽ മഹാഭാരത യുദ്ധത്തിൽ ചതിയിലൂടെ കൊല്ലപ്പെടുന്ന കഥാപാത്രമായി ദുര്യോധനൻ മാറുന്നു. എന്തുകൊണ്ടാണ് ദുര്യോധനൻ വലിയൊരു കഥാപാത്രമായി മാറുന്നത്, ആദരണീയമാകുന്നത്? അദ്ദേഹം തൻ്റെ സഹോദരിയെയും രാജ്യത്തെയും പ്രജകളെയും സ്നേഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഒരു ആദരണീയനായ വ്യക്തിയാണ് നമുക്ക് പറയാൻ സാധിക്കും. സെറ്റിലട. അടുത്ത ചോദ്യം എന്താ? തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു. ദസ്തേവ്സ്കി പറയുന്നുണ്ടല്ലേ, തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു. ആത്മാവിൻ്റെ വെളിപാടുകൾ. തൻ്റെ ജീവിതത്തെ ഒരു പേക്കിനാവായി ദസ്തേവ്സ്കി വിശേഷിപ്പിക്കുന്ന കാരണങ്ങൾ എന്താണ് അല്ലേ? ദസ്തേവ്സ്കി പറയുന്നുണ്ട്, ദുരിതങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ എൻ്റെ ജീവിതം ഒരു പേക്കിനാവാണ്, ദുസ്വപ്നമാണ്. ഏട്ടൻ മരിച്ചപ്പോൾ ഏട്ടൻ്റെ കുടുംബത്തെ സംരക്ഷിച്ചു. പുതിയ നോവൽ എഴുതാൻ പറ്റുന്നില്ല, ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തെയാണ് ദസ്തേവ്സ്കി എന്തു പറയുന്നത്? പേക്കിനാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരം നോക്കി പോകണം കേട്ടോ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴോ വീണ്ടും കഴുകന്റെ നഖങ്ങളിലേക്ക്. അടിവരയിട്ട ഭാഗം നൽകുന്ന പ്രയോഗഭംഗിയെന്ന്. കഴുകന്റെ നഖങ്ങളിലേക്ക് എന്ന് പറയുന്നത് ദസ്തേവ്സ്കി പറയുന്നു, ജീവിതം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞാണ് ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ബോധ്യങ്ങളെയാണ് എന്ന് പറയുന്നത് കഴുകന്റെ നഖങ്ങളിലേക്ക് എന്ന് ദസ്തേവ്സ്കി പറയുന്നത് അല്ലേ. യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ ജീവിതം ക്രൂരമായ അനുഭവങ്ങൾ തരുന്നു, വേട്ടയാടുന്നു. അതുകൊണ്ടാണ് യാഥാർത്ഥ്യങ്ങൾ നഖങ്ങളായി പറയുന്നത്. പിന്നെന്താ? അതൊക്കെ കഴുകൻ നഖങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെറ്റല്ലേ? അടുത്ത ചോദ്യം എന്താ? അടുത്ത ചോദ്യം പറയുന്നത്, ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക്? അല്ലേ? ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെ പോലെ മനുഷ്യർക്ക്? ലിംബാളയുടെ വാക്കുകളിൽ തെളിയുന്ന അക്കാലത്തെ സാമൂഹിക അവസ്ഥ വ്യക്തമാക്കുക. സാമൂഹിക അവസ്ഥ എന്താണ്? നമ്മുടെ അക്രമാശി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിലെ ചോദ്യമാണ്. സാമൂഹിക അവസ്ഥ 4 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ്? കൂട്ടുന്ന ചവറിന്റെ വിലയുമെങ്കിലും ഉണ്ടോ നമ്മളെ പോലെയുള്ളവരുടെ ജീവിതത്തിലെന്ന് ലിംബാളെ പറയുന്നു. അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ലിംബാളെ താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തിയാണ് ചരൺകുമാർ ലിംബാളെ. അതുകൊണ്ട് തന്നെ മാലിന്യം പെരുക്കി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതം അവഗണനകൾ ഏറ്റുവാങ്ങിയതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ വാരിക്കൂട്ടുന്ന മാലിന്യത്തിന്റെ വില പോലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അത്രമാത്രം അവഗണിക്കപ്പെട്ടതിന്റെ വേദനയാണ് ലിംബാളെ ഇതിലൂടെ പറയുന്നത്. അടുത്ത ചോദ്യം, അക്രമാശി എന്ന എൻ്റെ ആത്മകഥയെ ഒരു കലാസൃഷ്ടിയായി ഞാൻ കാണുന്നില്ല, ഇതൊരു നിവേദനമാണ്. ഈ പുസ്തകത്തെ സാമൂഹികമായ അനീതിയുടെ പ്രത്യക്ഷ വിവരണം എന്ന നിലയ്ക്ക് മാത്രം കണ്ടാൽ മതി. ആത്മകഥയെക്കുറിച്ചുള്ള ചരൺകുമാർ ലിംബാളയുടെ ഈ പ്രസ്താവനയുടെ സാധുത പാഠഭാഗത്തെ ആസ്പദമാക്കി വിലയിരുത്തുക. ഇപ്പം എന്താണ് ചരൺകുമാർ ലിംബാളെ പറയുന്നത്? ഇത്രമാത്രം അദ്ദേഹം പറയുന്നുള്ളൂ. എൻ്റെ ഈ കലാസൃഷ്ടിയായ അക്രമാശി എന്ന ആത്മകഥ ഒരു കലാസൃഷ്ടിയല്ല, അതൊരു നിവേദനമാണ്. എന്നെ പോലെയുള്ളവർ സമൂഹത്തിൽ അവഗണനകൾ ഏറ്റുവാങ്ങി ജീവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ തുറന്നു പറയുന്ന ഒരു നിവേദനമാണ് എന്നാണ് ശരൺകുമാർ ലിംബാളെ പറയുന്നത് അല്ലേ. മഹർ എന്ന താഴ്ന്ന ജാതിയിൽ ജനിച്ചതുകൊണ്ട് ഉത്തരേന്ത്യയിലെ ജനങ്ങളിൽ താഴ്ന്ന വിഭാഗത്തിലേക്ക് മാറിയ ശരൺകുമാർ ലിംബാളെ പറയുന്നുണ്ട്, എൻ്റെ ആത്മകഥയായ അക്രമാശി എന്ന് പറയുന്നത് ഒരു ആത്മകഥയല്ല, ഒരു കലാസൃഷ്ടിയല്ല, മറിച്ച് എന്താണിടാ, ഇതൊരു നിവേദനമാണ് അല്ലേ. ഇതൊരു നിവേദനമാണ്. എൻ്റെ ജീവിതം ഇത്രമാത്രം സങ്കടങ്ങളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചതാണെന്ന് തുറന്നു പറയുന്ന ഒരു നിവേദനമായിട്ടാണ് തൻ്റെ അക്രമാശി എന്ന ആത്മകഥയെ ശരൺകുമാർ ലിംബാളെ പറയുന്നത്. പിന്നെന്താണ്? അടുത്ത ചോദ്യം എന്താ? അവൻ അമ്മയോട് ആരാണ് അവർക്ക് ഈ കത്തുകളെല്ലാം എഴുതി കൊടുക്കുന്നത് എന്ന് ചോദിച്ചതായും ഒരു സ്കൂൾ കുട്ടിയാണെന്ന് തള്ള മറുപടി പറഞ്ഞതായും അറിഞ്ഞു. അപ്പോൾ എൻ്റെ അഭിമാനം ഉച്ചകോടിയിൽ എത്തിപ്പോയി. കഥാകാരൻ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രസ്താവന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് സമർത്ഥിക്കുക. എന്താണ്? നമ്മുടെ ഞാൻ കഥാകാരനായ കഥ എസ്.കെ. പൊറ്റക്കാടിന്റെ പാഠഭാഗത്തിലെ ചോദ്യമാണ്. അപ്പോൾ കഥാകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് പങ്കുണ്ട് എന്ന് പറയുന്നത് എന്താണ്? കഥാകാരൻ രൂപപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് പങ്കുണ്ടോ? എടാ, അനുഭവങ്ങൾക്ക് പങ്കുണ്ടോ കഥാകാരൻ രൂപപ്പെടുത്തുന്നതിൽ? ഉണ്ടല്ലേ. എസ്.കെ. പൊറ്റക്കാട് നല്ലൊരു എഴുത്തുകാരനായി മാറിയത് അദ്ദേഹത്തിന്റെ അനുഭവം കൊണ്ടാണ്. തകഴി ശിവശങ്കർ പിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, എസ്.കെ. പൊറ്റക്കാട് തുടങ്ങിയ വലിയ വലിയ എഴുത്തുകാർ തങ്ങളുടെ അനുഭവം കൊണ്ടാണ് എഴുത്തുകാരായി മാറിയത്. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ അനുഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ചോദ്യം പഠിച്ചു പോകണം. പിന്നെന്താണ്? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. കവിയുടെ പ്രഖ്യാപനത്തിന്റെ പൊരുൾ എന്താണ്? കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻസ് ഉണ്ട്. കവിയുടെ കുതിരയെ ആർക്കും കെട്ടാനാവില്ല,
സർഗശക്തിയെ ആർക്കും തടയാനാകില്ല, കവിയെ ആർക്കും നിഷേധിക്കാനാവില്ല, അശ്വമേധം ആർക്കും തടയാനാവില്ല, സർഗശക്തിയെ ആർക്കും തടയാനാവില്ല എന്നതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. തന്റെ സർഗശക്തിയാം കുതിരയെ ആർക്കും തടയാനാകില്ല എന്ന് കവി പറയുന്നു. സെറ്റല്ലടാ? സെറ്റാണ് അല്ലേ? സർഗശക്തിയാം കുതിരയെ ആർക്കും തടയാനാവില്ല. അടുത്ത ചോദ്യം എന്താ? എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളം വഴി ഏറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. അല്ലെ, സർഗശക്തിയെ തടഞ്ഞു വെക്കാൻ ഒന്നിനും കഴിയില്ല എന്ന പ്രഖ്യാപനമാണല്ലോ ഈ വരികളുടെ അന്തസത്ത. ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് സർഗശക്തിയും മാനവ പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. 6 മാർക്കിന്റെ ചോദ്യം. അശ്വമേധം എന്ന കവിതയിൽ നിന്നും പ്രഭാഷണം തയ്യാറാക്കാൻ ചോദ്യം വരാം. എന്താണ് ഇത് പറയുന്നുണ്ട്? സർഗശക്തിയും മാനവ പുരോഗതിയും എന്ന വിഷയത്തിലാണ്. സർഗശക്തിയും മാനവ പുരോഗതിയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാൻ അപ്പോൾ ആദ്യം എന്ത് വേണം? മാന്യസദസ്സിന് വന്ദനം, അല്ലെ നമസ്കാരമോ മാന്യസദസ്സിന് വന്ദനമോ എന്ന് പറഞ്ഞു വേണം നമ്മുടെ പ്രഭാഷണം ആരംഭിക്കാൻ. ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് സർഗശക്തിയും മാനവ പുരോഗതിയും എന്ന വിഷയത്തെ കുറിച്ചാണ്. പണ്ടുകാലം മുതൽക്ക് ഇന്നുവരെ നാം നോക്കി നിൽക്കുകയാണെങ്കിൽ മനുഷ്യൻ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനെന്താണ്? ഇത് നിങ്ങൾ വായിച്ചു വേണം കേട്ടോ. നമുക്ക് ലൈവിലേക്ക് പോകണമെന്നുണ്ട്. നിങ്ങൾ ഇത് കൃത്യമായി വായിച്ചോണം MS പ്രഡിഷൻ. കാരണം എന്താ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം കേട്ടോ. പ്രഭാഷണം തയ്യാറാക്കുക, ഉപന്യാസം തയ്യാറാക്കുക, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക, എഡിറ്റോറിയൽ തയ്യാറാക്കുക, പിന്നെ കഥാപാത്ര നിരൂപണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇപ്പൊ എന്താണ് മാനസദസ്സിന് വന്ദനം എന്ന് പറഞ്ഞ ശേഷം നിങ്ങൾ പറയണം എന്താണ്? ജീവിതം സർഗശക്തിയും മാനവ പുരോഗതിയും. മനുഷ്യൻ നാൾക്കുനാൾ നേടിയ എല്ലാ വിജയങ്ങൾക്കും പിറകിലും സർഗശക്തിയുണ്ട്, മനുഷ്യന്റെ ചിന്തയുണ്ട്, പ്രവൃത്തിയുണ്ട് അല്ലെ? ആദ്യം സർഗശക്തി ദൈവത്തിന്റെയും മതങ്ങളുടെയും കയ്യിലായിരുന്നു. പിന്നെ രാജാധികാരത്തെ അതിൽ നിന്ന് നാം വീണ്ടെടുത്തു. അധികാരങ്ങളെ പ്രതിഷേധങ്ങളിലൂടെ സർഗശക്തിയിലൂടെ നാം വീണ്ടെടുത്തു. അതുകൊണ്ട് തന്നെ നാളിതുവരെയായി നാം നേടിയെടുത്ത എല്ലാ ചെറുത്തുനിൽപ്പുകളും സമരങ്ങളും എല്ലാം സർഗശക്തിയിലൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കണം. ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോകണം കേട്ടോ. അവസാനം നന്ദി നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രഭാഷണം അവസാനിച്ചു. അടുത്ത ചോദ്യം. മണ്ണിൽ നിന്ന് പിറന്നവർ മണ്ണിനെ പൊന്നണിയിപ്പിച്ച സംസ്കാര ശില്പികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിന് മനുഷ്യത്വമാണ് ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിന് മനുഷ്യത്വമാണ് ഞാൻ. വയലാറിന്റെ കാവ്യദർശനത്തെ കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വരികളിൽ തെളിയുന്നത്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ സമർത്ഥിക്കുക. ഇപ്പൊ വയലാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നോക്കാം. വയലാർ പറയുന്നുണ്ട്, ഞാൻ പച്ച മനുഷ്യനാണ്. കവികൾ എന്ന് പറയുന്നവർ സർഗശക്തിയുള്ളവർ പച്ച മനുഷ്യനാണ്, അവർ മാന്ത്രികനോ ദൈവമോ ഒന്നുമല്ല എന്ന് കവി പറയുന്നു. പിന്നെ എന്താണ് കവി പറയുന്നത്? പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്നു. പൂർവീകരുടെ കാലം മുതൽക്കേ ഞാൻ കടന്നു വന്നത് ദൈവത്തെ ആരാധിച്ചിട്ടോ വലിയ വലിയ സുഖ സൗകര്യങ്ങളോ ജീവിച്ചിട്ടോ അല്ല. കവികൾ എന്ന് പറയുന്നത് എങ്ങനെയാണിടാ? ഇവിടെ പറയുന്നുണ്ട്, മണ്ണിൽ നിന്ന് പിറന്നവർ മണ്ണിനെ പൊന്നണിയിപ്പിച്ച സംസ്കാര ശില്പികൾ അല്ലെ? പച്ച മണ്ണ് അറിയുന്ന സാധാരണക്കാരുടെ ഗന്ധമുള്ള സാധാരണക്കാരുടെ കൂടെയുള്ള ഒരു വ്യക്തിയാണിടാ കവി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കവികൾ എപ്പോഴും സാധാരണക്കാരായിരിക്കുമെന്ന് പറയുകയാണ് കവി ഈ വരികളിലൂടെ ചെയ്യുന്നത്. അടുത്ത ചോദ്യം എന്താ? ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ആര്? നമ്മൾ ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലെ വരികളാണ്. ആരാണ്? കാലമാകുന്ന പാമ്പിന് വായിലകപ്പെട്ട ലോകം അല്ലെ? ചക്ഷുശ്രവണ കളസ്തമ അന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുമ്പോൾ കാലാഹീന പരിക്രസ്തമ ലോകവും എന്ന് പറയുന്നുണ്ട്. പാമ്പിന്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെയാണ് ഇവിടെ കാലമാകുന്ന പാമ്പിന് വായിലകപ്പെട്ട ലോകം എന്ന് പറയുന്നത്. സെറ്റല്ലേ? വായു പൊളിക്കൂ സിംഹക്കുട്ടി, നിന്റെ പള്ളി ഞാൻ എണ്ണട്ടെ, എന്റെ അച്ഛൻ താനല്ല ദുഷ്യന്തനാണ്. കുട്ടിത്തത്തിന്റെ എന്തെല്ലാം സവിശേഷതകളാണ് സർവ്വധമനിൽ കാണുന്നത്? നൽകിയ സന്ദർഭങ്ങൾ പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന്റെ ചോദ്യം. എന്താണ്? സിംഹത്തിന്റെ വായിലെ പല്ലെണ്ണുകയാണ് ആര്? സർവ്വധമനൻ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വായിലെ പല്ലെണ്ണുകയാണ്. ആ കുട്ടി വലിയൊരു ക്ഷത്രിയനെ പോലെ പെരുമാറുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ താനല്ല ദുഷ്യന്തനാണ്. പിന്നെന്താണ്? ദുഷ്യന്തൻ രാജാവിനെ കണ്ടിട്ട് കുട്ടി പറയുകയാണ് പേടിയില്ലാതെ, താനല്ല എൻ്റെ അച്ഛൻ വേറെ ആളാ, ദുഷ്യന്തനാ പറയുന്നു. അപ്പൊ സർവ്വധമനന്റെ ഒരു സ്വഭാവം ഏതാണ് പറയുന്നത് അല്ലേ? കുസൃതി നിറഞ്ഞ വ്യക്തിയാണ് ആര്? സർവ്വധമനൻ. ഒരു ബ്രാഹ്മണ കുട്ടിയല്ല, ക്ഷത്രിയനാണ്. അതുകൊണ്ട് തന്നെ ആരോടും എന്ത് മുഖത്തോക്ക് സംസാരിക്കാനുള്ള ഒരു വീര ബാലനാണ് നമ്മുടെ സർവ്വധമനൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സെറ്റല്ലടാ? സെറ്റാണ്. പ്രതികരണ ശേഷിയുള്ള വ്യക്തിയാണ് സർവ്വധമനൻ. അടുത്ത ചോദ്യം. വിളങ്ങുന്നൂരാകം വൃഷമേഴു മുഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരും ഒരു തണ്ടാർ മലരുപോൽ. തണ്ടാർ മലരുപോലെ എന്നതുകൊണ്ട് സർവ്വധമനന്റെ ഏത് ശരീരഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? തണ്ടാർ മലര് അല്ലെ? തണ്ടാർ മലര് പൂവിനെ പോലുള്ള ഇതളുകളാണ് ആർക്കുള്ളത്? നമ്മുടെ സർവ്വധമനുള്ളത്. അതേത് അവയവമാണ്? കണ്ണുകൾ, കൈവിരലുകൾ, കാൽപാദം. ഏതാണ്? കൈവിരലുകളല്ലേ? സർവ്വധമനന്റെ കൈവിരൽ എന്ന് പറയുന്നത് എന്താണ്? തണ്ടാർ മലര് പോലുള്ളതാണ് എന്ന് പറയുന്നു. ഓക്കെ അല്ലടാ? ഓക്കെ.
ഓക്കെയാണ്. അടുത്ത ചോദ്യം, ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്തു തന്നെ വീഴ്ചുകൊണ്ട് നിന്നു. പ്രയോഗം അങ്ങ് വിശദമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. പാവങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ രാംവാൽ ആളിന്റെ അവസ്ഥയാണ് അല്ലെ. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെയാണ് അയാൾ നിന്നത്. എങ്ങനെയാണ് ഇതിൽ പറയുന്നത്? രാംവാൽ ആൾ കള്ളനായിട്ട് ഇങ്ങനെ വന്നിട്ട് എത്രയുടെ മുറിയിൽ കയറി പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ ആ ശബ്ദത്തിൽ എല്ലാവരും എണീച്ചു പോകുമോ എന്ന് ആര് ഭയന്നു? നമ്മുടെ രാംവാൽ ആൾ ഭയന്നു. അദ്ദേഹം ഉപ്പ് പ്രതിമ പോലെ അല്ലെ, മെഴുകു പ്രതിമ പോലെ അയാൾ ഇങ്ങനെ സ്റ്റെക്കായി നിന്നു. ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒരു മനസ്സിന്റെ ആ ഒരു പ്രയോഗത്തിന്റെ സൂചനയാണ് ഏതെന്ന് പറയുന്നത് ഈ ചോദ്യം. ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ. പ്രതിമ എങ്ങനെ നിൽക്കുക? സ്റ്റാച്യു നിങ്ങൾ നിൽക്കുമല്ലോ പ്രതിമ. അപ്പൊ ഉപ്പ് പ്രതിമ പോലെ രാംവാൽ നിൽക്കുന്ന ആ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ ഈ ചോദ്യത്തിൽ പറയുന്നത്. അപ്പൊ കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരും. 4 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത MS പ്രഡിക്ഷൻ മലയാളം ഫസ്റ്റിന്റെ ഇതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഇതൊരു പ്രഡിക്ഷൻ ആണ് അല്ലെ. വരാം എന്ന് നമുക്ക് പറയാം, പക്ഷേ ഉറപ്പായും വരാം എന്ന് പറയുന്ന അപ്പുറത്തേക്കും നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. എന്ത് പഠിക്കണം? എല്ലാ ചാപ്റ്റേഴ്സും കൃത്യമായി പഠിക്കുക. നമ്മൾ ഇന്ന് MS പ്രഡിക്ഷൻ ചർച്ച ചെയ്ത കാര്യവും പഠിക്കുക. വൈകുന്നേരം ഷുവർ ക്വസ്റ്റ്യൻ ലൈവിൽ പറയുന്ന കാര്യം പഠിക്കുക. ഉഷാറായി പരീക്ഷയ്ക്ക് പോവുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തൊരു വേറെ സൊല്യൂഷൻ. ബൈ.